ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റുകളുടെയും ഏറ്റവും മികച്ച കളക്ഷൻസ് മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ EMI സൗകര്യത്തോടെ നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ നിന്ന് സ്വന്തമാക്കാം. ഗൾഫ് മൊബൈൽസിന്റെ പുതിയ ഷോറൂം മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി UDF കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ നടത്തുന്ന അനാവശ്യ സമരങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കം മാത്രമാണെന്നും ഇതൊക്കെ പുച്ഛിച്ചു തള്ളുകയല്ലാതെ വേറെയൊന്നും ചെയ്യാനില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീവി പറഞ്ഞു. കുറച്ചധികം നാളുകളായി കോൺഗ്രസ് നടത്തുന്നത് അനാവശ്യമായ സമരങ്ങളാണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനം പോലും തടസ്സപ്പെടും വിധം പ്രഹസന സമരങ്ങൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇടതു ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നതിനെ നേരിടുമെന്നും ലൈല ബീവി പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി കൂടേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ് വിളിച്ചത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ DPC ഉടനടി നടത്തുന്നതുകൊണ്ട് പദ്ധതിയുടെ റിവിഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് കമ്മിറ്റി എടുത്തത്. അപ്പോൾ ഒരു അജണ്ട നമ്മൾ എടുത്തു. 2024-25 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് റിവിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അജണ്ട എടുത്തു. ആ അജണ്ട സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറ്റിനറി ഡോക്ടറുടെയും പിന്നെ നമ്മുടെ കൃഷി ഓഫീസറുടെയും AEയുടെയും ഒക്കെ അജണ്ട എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ UDFൻ്റെ ഭരണസമിതി അംഗങ്ങൾ ശ്രീ സാബു എബ്രഹാം, സന്തോഷ് കുമാർ, സുഭിലാഷ് കുമാർ അടങ്ങുന്നവർ ഈ അജണ്ടയിലില്ലാത്ത ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ കമ്മിറ്റിയിൽ എഴുന്നേറ്റ് പ്രതിഷേധം ഉണ്ടാക്കിയത്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ കുറച്ചധികം കാലമായി അവർ നിരന്തരം വെറുതെ ഒരു വിഷയമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത്, ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തിൽ എന്തെങ്കിലും ഒരു കാതലായ വിഷയമില്ലാതെ ചുമ്മാ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ഇന്നിപ്പോൾ അവർ ഉന്നയിച്ച ചോദ്യം ഇവിടെ പിന്നെ ശുചിത്വ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി മാർച്ച് 30-ന് എല്ലാ പഞ്ചായത്തുകളും കേരളത്തിലും മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുവാനിരിക്കവേ ഈ ജനുവരി 26-ന് ഗവൺമെൻറ് ഒരു അടിയന്തര ഉത്തരവ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിരുന്നു. നമ്മുടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 2 ടൗണുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, കുളത്തൂപ്പുഴ ടൗണും കൈതക്കാടും. അപ്പോൾ അത് പിന്നെ നമ്മുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം നിന്നാണ് ഞങ്ങൾ ആ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ചെടികളും പൂച്ചട്ടികളും അവിടെ വാങ്ങിയത്. അത് സെക്രട്ടറിക്ക് വന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കേണ്ടതുകൊണ്ട് ആ ചെടിച്ചട്ടി വാങ്ങി വെച്ചു. അതാണ് ചോദിക്കുന്നത്. അതിൽ എനിക്ക് പറയാനുള്ളത്, കുളത്തൂപ്പുഴയിൽ മാലിന്യമുക്തവുമായി ഒട്ടേറെ പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും, കേരളത്തിൽ ഒരു വീടില്ലാത്ത, ഒരു വസ്തുവില്ലാത്ത, തല ചായ്ക്കാൻ ഒരിടമില്ലാത്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഞ്ചായത്തിൽ പദ്ധതി വകയിരുത്തിക്കൊണ്ട് കേരള സംസ്ഥാനത്ത് ആദ്യമായി 2ാമത്തെ അവാർഡ് നേടിയ പഞ്ചായത്താണ്. ആ ബഹുമതി ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉന്നയിക്കുമ്പോൾ അത് കേൾക്കാനുള്ള മാനസിക അവസ്ഥ ഇല്ലാത്ത പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ അതിനു മുമ്പേ ഒരു വാക്കൗട്ട് നടത്താനാണ് അവർ തീരുമാനിച്ചത്. കേരളത്തിൽ മാലിന്യമുക്ത ആയ ഒരു രഹിതമായ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന എന്തിനാ? വരുന്ന തലമുറയ്ക്ക് ഇവിടെ രോഗമില്ലാതെ ജീവിക്കാനാണ്. നിങ്ങൾ പത്രക്കാരല്ലേ, ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും വളരേണ്ടതല്ലേ? ഈ സാഹചര്യത്തിൽ അവരെയെല്ലാം നല്ല നിലയിൽ ഒരു നല്ല വായു ശ്വസിക്കുന്നതിന്, ഒരു സൗന്ദര്യവൽക്കരണം നടത്തുന്നതിനും തൃശ്ശൂർ ഞങ്ങൾ ഇപ്പം പിന്നെ പഞ്ചായത്ത് ദിനാഘോഷത്തിന് പോയി. ടൗണുകളിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും സൗന്ദര്യവൽക്കരണം നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു അഴിമതിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് പിന്നെ ചെയ്യുന്നത്? അപ്പം ഇതെല്ലാം തടസ്സപ്പെടുത്തി പഞ്ചായത്തിനെ എങ്ങനെയെങ്കിലും ആക്ഷേപിക്കാൻ വരാൻ ഞങ്ങൾ അതിന് കൂട്ടിക്കത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ചെടിച്ചട്ടി വാങ്ങി എന്നുള്ള പേരിൽ ഇന്നത്തെ കമ്മിറ്റി ക്രമസമാധാനം ഇല്ലാതാക്കാനും അലങ്കോലപ്പെടുത്തുവാനും അവരൊന്നടക്കം രാവിലെ ഇവിടെ വന്നു കയറിയതാണ്. രാവിലെ വന്നപ്പോൾ തന്നെ നിങ്ങൾ വേറൊരു വാർത്ത എടുത്തല്ലോ, ആശാവർക്കർമാരെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ്. ഈ കേരളത്തിലല്ലാതെ എവിടെ ആശാവർക്കർമാരെ സംരക്ഷിക്കുന്ന? ഈ കേരളം വിട്ട് UDF ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആശാവർക്കർമാരെ ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ടോ? അവർക്ക് 500 രൂപയിൽ നിന്ന് 7000 രൂപ വരെ ഈ ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ? ഇതിനെയെല്ലാം പുകമറ സൃഷ്ടിക്കാൻ ഈ പഞ്ചായത്തിൽ UDFൻ്റെ നേതൃത്വത്തിൽ എത്ര കണ്ട് അവർ സമരം ചെയ്താലും അതിനെ തരണം ചെയ്തു പോകാനും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനും ഇപ്പം തന്നെ ഇന്ന് നമ്മൾ പദ്ധതി ഭേദഗതി വരെ വെച്ച് ഏകദേശം 2 വർഷത്തോളം അടുക്കാറാകുന്നു.
ഇന്ന് വരെ ബഹുമാനപ്പെട്ട സാബു എബ്രഹാം മിനിറ്റ്സിന്റെ കോപ്പി ചോദിച്ചതായിട്ട് ഇവിടെ ഇരിക്കുന്ന ഭരണസമിതി അംഗങ്ങൾ ആരും കേട്ടിട്ടില്ല. ഇന്ന് വന്ന് രാവിലെ കമ്മിറ്റി തുടങ്ങുന്നതിന് മുമ്പ് മിനിറ്റ്സിന്റെ കോപ്പി ചോദിച്ചു. സാധാരണ നമ്മളൊരു പഞ്ചായത്ത് കമ്മിറ്റി കൂടിയാൽ ഒരു മിനിറ്റ്സ് നമുക്ക് എന്തെങ്കിലും അടിയന്തരമായ ഒരു അത്യാവശ്യം വന്നാൽ ഈ പറയുന്ന സന്തോഷ് കുമാറിന്റെ വാർഡിൽ ഒരു വികലാംഗ കുട്ടിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു സ്കൂട്ടർ കൊടുക്കുന്നതിന് വീൽ ചെയർ കൊടുക്കുന്നതിന് വേണ്ടി ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുവാൻ ഒരു കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം വന്ന് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നോട് പറയുകയാണ്, ഒരു കുട്ടിക്ക് കിട്ടേണ്ട ആനുകൂല്യം ആ മിനിറ്റ്സ് അന്ന് ക്ലോസ് ചെയ്തെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആ മിനിറ്റ്സിൽ അത് ചേർത്താണ് ഈ സന്തോഷ് കുമാറിന്റെ വാർഡിലെ ഒരു കുട്ടിക്ക് വീൽ ചെയർ വാങ്ങി കൊടുക്കുവാൻ നമ്മൾ കമ്മിറ്റി തീരുമാനം കൊടുത്തത്. ഇലക്ട്രോണിക്കൽ വീൽ ചെയർ നമ്മൾ കൊടുത്തത്. അപ്പൊ ഒരു കമ്മിറ്റിയിൽ അടിയന്തര ആവശ്യം വന്നാൽ നമ്മൾ വിളിച്ചു ചേർത്ത് പറഞ്ഞതിന് ശേഷമാണ് കാര്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. ക്ലോസ് ചെയ്താൽ അടിയന്തര കമ്മിറ്റി വീണ്ടും കൂടണമെന്നല്ല ഉള്ള ഒരാവശ്യത്തിന്. ഇന്നിപ്പോൾ മിനിറ്റ്സ് എടുത്തോണ്ട് വന്നു, അത് വായിച്ചു കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല, ബഹളം വയ്ക്കുകയാണ്. വായിക്കാൻ ആ മേശപ്പുറത്ത് മിനിറ്റ്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ മിനിറ്റ്സ് വായിക്കാൻ അനുവദിക്കാതെ ഇത്തരത്തിൽ അവർ കരുതിക്കൂട്ടി വന്ന ഒരു പ്രകടനം, ഒരു പ്രതിഷേധം നടത്താൻ, അതാണ് ഇവിടെ നടന്നത്. അല്ലാതെ മിനിറ്റ്സ് ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല. ആവശ്യപ്പെട്ടാൽ എല്ലാ കമ്മിറ്റിക്കും ഇനി മുതൽ മിനിറ്റ്സ് മുമ്പ് കൂട്ടി എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് ഞങ്ങൾ കമ്മിറ്റി നടത്തും. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.